അസ്സലാമു അലൈക്കും. ഞാൻ പാട്ട് പാടി വരുന്നതേ ഉള്ളൂ. കുറേ ആൾക്കാർ എനിക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ് ഇട്ടിരുന്നു. ചിലർക്ക് ഉറക്കം വരുന്നുണ്ട്, പിന്നെന്താണ് ചിലവർ ചോദിക്കുന്നിട്ട് എവിടത്തേക്ക് പുലി ഓടും. എനിക്കതൊന്നും ഒരു വിഷയമല്ല. എന്താ വെച്ചാൽ ഇതിനെക്കാട്ടി അപ്പുറം പഠിച്ച് സഹിച്ചും അനുഭവിച്ചും ജീവിതത്തിൽ വന്നൊരു വ്യക്തിയാണ് ഞാൻ. എന്നാലും പിന്നെ ഇനി ആരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. എന്താ വെച്ചാൽ എനിക്കറിയാവുന്ന കണക്കല്ലേ എനിക്ക് പാടാൻ പറ്റുള്ളൂ. എന്നാൽ ചോദിക്കും നിങ്ങൾ എന്തിനാ പാടുന്നതെന്ന്. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. എൻ്റെ ഇഷ്ടമാണ് ഞാൻ പാടുന്നതും പാടാതിരിക്കുന്നതും ഒക്കെ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. പഠിച്ചവനെ ഓർത്തിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കമൻ്റൊന്നും ഇടാതിരിക്കുക. ഒന്നും തന്നില്ലേലും വേണ്ടൂല. ദയവ് ചെയ്ത് പറയണം, ഒന്നും തന്നില്ലേലും വേണ്ടൂല. നിങ്ങളൊന്നും തരയും വേണ്ട. അത് എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ പാടുന്നു, ഫേസ്ബുക്കിൽ യൂട്യൂബിൽ ഇടുന്നു. പറ്റുന്നവർ നിങ്ങൾ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അത്ര തന്നെ. നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വെറുക്കാൻ പറ്റുന്നല്ലോ ലൈക്ക്. പിന്നെ ഓരോരുത്തർ പാട്ടിട്ടൊരു ഡമ്മിയായിട്ട് ഇങ്ങനെ കാണിക്കും. എനിക്ക് അതിനൊന്നും പറ്റൂല. ഞാൻ എൻ്റെ ശബ്ദത്തിൽ ഞാൻ പാടുന്നു. പിന്നെ ഓരോരുത്തർ വന്ന് ആവശ്യമില്ലാതെ ഓരോന്നും കാണിച്ചിട്ടും അങ്ങനെയൊക്കെ ഉള്ളത് കാട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ എന്തൊക്കെ വീഡിയോ ചെയ്താലും ഇതുവരെ ഞാൻ തെറ്റായിട്ടൊരു വീഡിയോ ആരെയും മുന്നിൽ ചെയ്തിട്ടില്ല. ഞാൻ നല്ല പ്രവർത്തനം ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നതാണ്. ഞങ്ങൾ കഴിച്ചില്ലെങ്കിലും മറ്റൊരാൾക്ക് കൊടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഞാൻ ചെയ്യുന്ന ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ എനിക്ക് സ്വന്തമായിട്ടൊരു കിടക്കാട ഉണ്ടാക്കാനുള്ള കാശുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഞാൻ മാറ്റി വെച്ചിട്ടില്ല. എൻ്റെ ബാങ്ക് ബാലൻസൊക്കെ സീറോയാണ്. എന്താന്ന് വെച്ചാൽ ഞാൻ പാവങ്ങൾക്ക് കൊടുക്കുന്നതാണ്. ഞാൻ 10 രൂപ കിട്ടി അതിൽ 5 രൂപ പാവങ്ങൾക്ക് കൊടുക്കും, സഹായിക്കും. പക്ഷേ ഇപ്പോഴും എനിക്ക് പണിയില്ല. ഞാൻ ആരെങ്കിലും കൊണ്ടൊക്കെ സഹായിപ്പിക്കും. അതാണ് എന്നിലുള്ള നന്മ. നിങ്ങൾ എന്നിലുള്ള നന്മ കാണണമെന്ന് ഞാൻ പറയുകയല്ല. അതിനു വേണ്ടി ഞാനൊരു വീഡിയോ പിടിച്ചതുമല്ല. ഫേസ്ബുക്കിലിടുന്ന എൻ്റെ കൂടപ്പിറപ്പുകൾ, എൻ്റെ സഹോദരങ്ങൾ, ഒന്ന് ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് അനുജത്തിയാവാം, അല്ല ഞാൻ നിങ്ങളുടെ ഒരു കൂടപ്പിറപ്പാകാം. എങ്ങനെ ആയാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഒരു മെസ്സേജ് ഇങ്ങനെ ഇടുമ്പോണ്ടല്ലോ, മറ്റുള്ളവരെ നിങ്ങൾക്ക് വേദനിക്കുമെന്ന് ചിന്തിക്കണം. അവർക്കും ഒരു ഹൃദയം ഉള്ളതാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾ മെസ്സേജ് ഇടുക. നിങ്ങളെനിക്കൊന്നും തരണ്ട, ലൈക്കൊന്നും തരണ്ട. പക്ഷെ എങ്കിലും ഇതുപോലുള്ള മെസ്സേജുകൾ ഇടൽ പഠിച്ചവനെ ഓർത്തിട്ട്. എനിക്ക് ഹാർട്ടിനൊക്കെ ചെറിയ പ്രശ്നങ്ങളുള്ള വ്യക്തിയാണ് ഞാൻ. ഒരു വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് പാവങ്ങളെ ചേർത്ത് നിർത്തണമെന്ന് എനിക്കൊരാഗ്രഹം കൊണ്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. എനിക്ക് കെട്ടിടം വെക്കാനോ അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാനോ അല്ല. എന്നെ പ്രതീക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നദീറ മേഡത്തിനെ കൊണ്ട് ഇങ്ങനെ സാധിക്കാൻ കഴിയും, ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞ് എന്നെ പ്രതീക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാർ, ഒരുപാട് അമ്മമാരുണ്ട്, അച്ഛന്മാരുണ്ട്. ഞാൻ ഓരോ അഗതി മന്ദിരത്തിലും പോകുമ്പോൾ അവരെന്നോട് ചോദിക്കും, ഇനിയും വരുമോ മോൾ, ഇനിയും വരുമോ എന്ന് ചോദിക്കും. പക്ഷെ ഇനിയും പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ അതിനുള്ള വരുമാനം വേണം. എനിക്ക് വരുമാനം ഇല്ല, എനിക്കൊരു ജോലിയില്ല. ആരുടെയൊക്കെയോ ആശ്രയത്തിൽ ദയ കൊണ്ട് കഴിയുന്നൊരു വ്യക്തിയാണ് ഞാനും എൻ്റെ കുടുംബവും. എന്നെ ആശ്രയിച്ചിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്, ഒരുപാട് ആൾക്കാർ. അപ്പം എൻ്റെ ജീവിതം ഞാൻ ലോകരോട് പറയല്ല. ഞാൻ ഒരുപാട് ഒരുപാട് പ്രയാസത്തിൽ നിന്ന് വളർന്നു വന്നൊരു വ്യക്തിയാണ്. എൻ്റെ സ്വന്തം ഭർത്താവിനെ കൊണ്ടുപോലും എനിക്കൊരു സുഖം ഉണ്ടായിട്ടില്ല. എനിക്ക് എന്താണെന്നും കൂടി അറിയില്ല. എൻ്റെ മാതാപിതാക്കളെ കൊണ്ടും എനിക്കുണ്ടായിട്ടില്ല. എൻ്റെ സഹോദരങ്ങളെ കൊണ്ടും എനിക്കുണ്ടായിട്ടില്ല. എനിക്ക് ആരെ കൊണ്ടും ഉണ്ടായിട്ടില്ല. എൻ്റെ കയ്യിൽ പണം ഉണ്ടെങ്കിലും ഉണ്ട്, ഭർത്താവുണ്ട്, എല്ലാവരും ഉണ്ട്. മക്കളെ പറയില്ല കേട്ടോ. എൻ്റെ ജീവനും ജീവിതമല്ല എൻ്റെ മക്കളാണ്. മക്കളെ ഞാൻ പറയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിൽ പോയിട്ടും ഞാൻ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുകയാണ്. എനിക്ക് കിട്ടാത്ത സ്നേഹങ്ങൾ അവർക്ക് കൊടുക്കുക, എനിക്ക് കിട്ടാത്തതെല്ലാം അവർക്ക് കൊടുക്കണമെന്നൊരു ഭയങ്കര ആഗ്രഹമാണ് എനിക്ക്. പിന്നെ അതുപോലെ എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടാത്ത സ്നേഹങ്ങൾ മറ്റുള്ളവരത് കിട്ടണമെന്ന് എനിക്കൊരാഗ്രഹമാണ്. അതിനാണ് ഞാൻ ഈ അമ്മമാരടുത്തും അച്ഛന്മാരടുത്തും ഒക്കെ പോകുന്നത്. എൻ്റെ ഒരു കുടുംബമാണെന്ന് വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് പഠിച്ചവനെ ഓർത്തിട്ട് എന്നെ കൂടുതൽ വേദനിപ്പിക്കരുത്. ഫേസ്ബുക്കിൽ ഒരുപാട് മെസ്സേജ് നിങ്ങൾ ഇടുന്നുണ്ട്. പഠിച്ചവനെ ഓർത്തിട്ട് നിങ്ങൾ അങ്ങനെ ഇടരുത്. എനിക്ക് ലൈക്ക് തന്നില്ലേലും വേണ്ടൂല. പ്ലീസ്, എൻ്റെ ഒരു അപേക്ഷയായിട്ട് നിങ്ങൾ എടുക്കുക. ഇനി ഇതിന് നിങ്ങൾ എന്ത് പ്രതികരിക്കുമെന്ന് എനിക്കറിയത്തില്ല.
എങ്കിലും എൻ്റെ മനസ്സിലുള്ള വീഡിയോ ഞാനൊന്ന് ചെയ്തെന്നേ ഉള്ളൂ. ഓക്കെ, എനിക്ക് വലിയ പഠിത്തമൊന്നുമല്ല, എനിക്ക് പഠിത്തം ഇല്ല, ഞാൻ പഠിച്ചിട്ടും പിന്നെ മദ്രസ ഒന്നും പഠനത്തിന് പോയിട്ടില്ല. പക്ഷേ എനിക്ക് കിട്ടാത്തത് ഞാൻ എൻ്റെ മക്കൾക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട്. എൻ്റെ മോനും മകൾക്കും ഒക്കെ ഞാൻ പകർന്നു കൊടുത്തിട്ടുണ്ട്. അപ്പം ദയവ് ചെയ്തതിലുള്ള മെസ്സേജ് ഇട്ട് മനുഷ്യനെ വേദനിപ്പിക്കരുത്. എല്ലാ എൻ്റെ കൂടപ്പിറപ്പുകളും ഒരു കൂടപ്പിറന്ന ഒരു അനുജത്തിയായിട്ടോ എങ്ങനെ കണ്ടാലും വേണ്ടൂല, ഒരു അപേക്ഷയായിട്ട് എടുക്കണം എല്ലാവരും. എൻ്റെ വാക്കിലോ പ്രവൃത്തിയിലോ നിങ്ങൾക്ക് ആരെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ ഒരു കുഞ്ഞ് അനുജത്തി പറയുന്നതായിട്ട് നിങ്ങൾ ക്ഷമ കാണിച്ച് എന്നോട് സഹകരിക്കണം. അള്ളാഹു എല്ലാവർക്കും തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ ഹൃദയം തൊട്ട്. അതുപോലെ എൻ്റെ ഈ ഫ്രണ്ട്സുകളെയും ഈ കൂട്ടുകാരെയും എല്ലാം എന്നെ ഇവിടെയും സ്വർഗത്തിലും ദൈവം നമ്മളെല്ലാവരെയും ഒന്ന് ചേർപ്പിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ പ്രാർത്ഥന. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക. ഓക്കെ.